സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾക്കായി ഇടതു കർഷക സംഘടനകളുടെ പ്രതിഷേധം. ഏപ്രിൽ 8-ന് സംസ്ഥാനത്ത് ഹർത്താൽ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡ് സമർപ്പണം നടന്നു. ഗോപികൃഷ്ണനും MS ശ്രീകലയും സതീഷ് ഗോപിയും സുരേന്ദ്രനും അവാർഡുകൾ ഏറ്റുവാങ്ങി. പൂരോത്സവത്തിന് സമാപനം. ആക്ഷേപഹാസ്യങ്ങൾ ഉയർത്തി ശാലിയ പൊറാട്ട് വേഷങ്ങൾ എത്തി. പെസഹ തിരുനാളിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. പള്ളികളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. പാർക്കോ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം. സംസ്ഥാന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. സത്യസായിബാബയ്ക്ക് തിരുവനന്തപുരത്ത് ക്ഷേത്രമൊരുങ്ങുന്നു. രഥഘോഷയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 8-ന് സംസ്ഥാനത്ത് ഇടതു കർഷക സംഘടനകളുടെ ഹർത്താൽ. വിലത്തകർച്ചയിൽ നിന്നും റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ നടത്തുന്നത്. ഹർത്താൽ വിജയിപ്പിക്കുവാൻ മുഴുവൻ കർഷകരും രംഗത്തിറങ്ങണമെന്ന് ഇടതു കർഷക സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിലത്തകർച്ചയിൽ നിന്നും റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇടതു കർഷക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏപ്രിൽ 8-ന് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഹർത്താലിന്റെ മുന്നോടിയായി 6-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും. 7-ന് എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങളും നടക്കും. ഹർത്താൽ ദിവസം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കർഷക ജാഥയും നടത്തും. കേരളത്തിലെ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മിക്ക കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില കിട്ടാതെ കർഷകർ ദുരിതമനുഭവിക്കുന്നു. റബ്ബർ കർഷകർ ആത്മഹത്യാ മുനമ്പിലാണ്. ഇത്ര വലിയ വില തകർച്ച ഉണ്ടായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത തുടരുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ഏപ്രിൽ മാസം 8-ാം തീയതി ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഹർത്താൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ചില സംഘടനകളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്നേ ദിവസം ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പണിമുടക്കും ഹർത്താലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് ഒരു നിയന്ത്രണവും വരുത്തിയിട്ടില്ല. ഇനിയും അപങ്കുരമായി തുടരുകയാണ്. കേരള ഗവൺമെൻറ് സംഭരിക്കുന്നതിന് വേണ്ടി പല നടപടികളും പ്രഖ്യാപിച്ചു. ഒരിക്കൽ പറഞ്ഞു 2 രൂപ കൂട്ടിയിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ സംഭരിക്കും. റബ്ബർ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 150 രൂപ തറവില നിശ്ചയിച്ച് ഞങ്ങളെല്ലാം സംഭരിക്കുന്നു. 2 രൂപ കൂട്ടി ശേഖരിക്കാൻ പറ്റാത്തവരാണ് 150 രൂപ തറവില നിശ്ചയിച്ച് ശേഖരിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, നടക്കാനും പോകുന്നില്ല. കർഷക സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, PA നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 8-ന് മോട്ടോർ തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയത്. ഏപ്രിൽ 8-ന് കേരളം നിശ്ചലമാകും. ഈ ദിവസം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മോട്ടോർ തൊഴിലാളികൾ, ഇടത് കർഷക സംഘടനകൾ, മത്സ്യത്തൊഴിലാളി സംഘടനകൾ എന്നിങ്ങനെ പോകുന്നു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് 8-ന് മോട്ടോർ തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. CITU, AITUC, INTUC, BMS, STU, UTUC, HMS, TUCI, JTUC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത്. ഇതേ ദിവസം തന്നെ കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയും സംസ്ഥാനത്ത് തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിനെതിരെയാണ് ഹർത്താൽ ആചരിക്കുന്നത്. ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തെ പരമ്പരാഗത ചെറുകിട മീൻപിടുത്ത സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോർഡിനേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതേ ദിവസം നടക്കുന്ന 3 സമരങ്ങൾക്കും LDF പിന്തുണ പ്രഖ്യാപിച്ചതോടെ 8-ന് സംസ്ഥാനം നിശ്ചലമാകുമെന്ന് ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലയിലെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമപ്രവർത്തകർ മുഖ്യ പങ്ക് വഹിക്കുന്നതായി P. കരുണാകരൻ MP. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചതിൽ മാധ്യമങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചതായി P. കരുണാകരൻ MP പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇവിടെ പലപ്പോഴും അന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അത്തരം യോഗങ്ങളിൽ. കാരണം നിങ്ങളുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് കാസർഗോഡത്തെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് പാലക്കാട് അറിയില്ല, ഇത് ഡൽഹിയിൽ അറിയില്ല, മറ്റു സ്ഥലങ്ങളിൽ അറിയില്ല. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുക.
സ്വാഭാവികമായും വികസന രംഗത്തെ മറ്റൊരു മുഖമെന്ന നിലയിൽ തന്നെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ശരിയാണ്. ജില്ലയിലെ ഇതുപോലുള്ള സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ പത്രങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുതിർന്ന പത്രപ്രവർത്തകൻ MV ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റ് ഗോപി കൃഷ്ണൻ അർഹനായി. സുരേന്ദ്രൻ നീലേശ്വരം ദൃശ്യമാധ്യമ അവാർഡിന് മാതൃഭൂമി ന്യൂസ് ചാനലിലെ വാർത്താ അവതാരിക MS ശ്രീകലയും, തോട്ടോൻ കോമൻ മണിയാണി സ്മാരക എൻഡോവ്മെന്റിന് ദേശാഭിമാനി ലേഖകൻ സതീഷ് ഗോപിയും, മടിക്കൈ KV രാമുണ്ണി സ്മാരക എൻഡോവ്മെന്റിന് കാരവലിലെ S സുരേന്ദ്രനും അർഹനായി. അവാർഡ് ജേതാക്കളെ പ്രസ് ഫോറം ട്രഷറർ മാധവൻ പാക്കം പരിചയപ്പെടുത്തി. പത്രപ്രവർത്തകർക്കായി കാഞ്ഞങ്ങാട് പ്രസ് ഫോറം രൂപീകരിച്ച പത്രപ്രവർത്തക ക്ഷേമ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLAയും നിർവഹിച്ചു. പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പത്രപ്രവർത്തകർക്ക്, പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ക്ഷേമ ട്രസ്റ്റ് എവിടെയുമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും വിവിധങ്ങളായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ക്ഷേമ പദ്ധതി എന്ന നിലയിൽ, പെൻഷൻ എന്ന നിലയിലൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രാദേശിക പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്ന ഒരു വിഭാഗത്തിലും പെടാത്തവരായി നിൽക്കുകയാണ്. അവരൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക രംഗത്ത് ആളുകൾക്ക് കൊടുക്കുന്ന ക്ഷേമനിധിയിലും ആനുകൂല്യങ്ങളിലും ഒക്കെ പെട്ടാലും ഒരു ബുദ്ധിമുട്ടില്ല. ക്ഷേമ ട്രസ്റ്റ് പാസ്ബുക്ക് വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യയിൽ നിന്നും കാഞ്ഞങ്ങാട്ടെ ആദ്യകാല പ്രവർത്തകരായ T മുഹമ്മദ് അസ്ലാം, അബൂബക്കറും ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, P മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ, MO വർഗീസ്, കൊവ്വൽ ദാമോദരൻ, B സുകുമാരൻ, TK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സുഹൃത്തുക്കളുടെ നാടാണ് കാസർഗോഡ് എന്ന് ഗോപി കൃഷ്ണൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഈ നാടിനെ സ്നേഹത്തിന്റെ തണുപ്പാണെന്ന് MS ശ്രീകല പറഞ്ഞു. മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യന്റെ പേരിൽ ലഭിച്ച അവാർഡ് ഏറെ വിലമതിക്കുന്നതാണെന്ന് സതീഷ് ഗോപി പറഞ്ഞു. തനിക്ക് ലഭിച്ച അവാർഡിന്റെ മഹത്വം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധനാവുമെന്ന് K സുരേന്ദ്രനും പറഞ്ഞു. ചടങ്ങിൽ പ്രസ് ഫോറം സെക്രട്ടറി N ഗംഗാധരൻ സ്വാഗതവും K ബാബു നന്ദിയും പറഞ്ഞു. പെസഹ തിരുനാളിന്റെ ഓർമ്മ പുതുക്കി കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. രാജപുരം ഫെറോന ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ഷാജി വടക്കേത്തൊട്ടി കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വമേകി. യേശുവിന്റെ പെസഹ തിരുനാളിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് രാജപുരം ഫൊറാന ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ഷാജി വടക്കേത്തൊട്ടി കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വമേകി. യേശുവിന്റെ പീഡാസഹന സമയത്തുള്ള പ്രായത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 33 വയസ്സുള്ള 10 യുവാക്കളുടെയും 2 സഹവൈദികരുടെയും കാലുകൾ കഴുകി ചുംബിക്കുകയുണ്ടായി. ദുഃഖവെള്ളിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ദേവാലയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 തിരുകർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് യേശുവിന്റെ ക്രൂശിത രൂപം വഹിച്ചുകൊണ്ട് നഗരി കാണിക്കൽ ചടങ്ങും നടക്കും. വൈകിട്ട് 3:30 രാജപുരം ഫൊറാനയുടെ 12 പള്ളികളുടെ ആഭിമുഖ്യത്തിൽ കുരിശിന്റെ വഴികൾ ചുള്ളിക്കരയിൽ നിന്നും കള്ളാറിൽ നിന്നും ആരംഭിക്കും. ഒരു പൂരക്കാലം കൂടി വിടവാങ്ങി. ക്ഷേത്രങ്ങളെയും കാവുകളെയും തറവാടുകളെയും ഉത്സവത്തിമർപ്പിൽ ആറാടിച്ചാണ് ഓരോ പൂരക്കാലവും വിടവാങ്ങുന്നത്. വടക്കൻ കേരളത്തിലെ വീടുകളെയും കാവുകളെയും ക്ഷേത്രങ്ങളെയും ഒരുപോലെ ഉത്സവത്തിമർപ്പിലാഴ്ത്തിയ ഒരു പൂരക്കാലം കൂടി വിടവാങ്ങി. വ്രതാനുഷ്ഠാനത്തോടെ പെൺകുടിമാർ നടത്തിവന്ന കാമദേവ പൂജയ്ക്കും സമാപനമായി.
പൂരദിനത്തിൽ പൂവിട്ട് പൂജിച്ച കാമനെ കുട്ടികൾ യാത്രയാക്കി ഇനിയത്തെ കൊല്ലവും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് അടക്കം പറഞ്ഞ് കാമനെ യാത്രയാക്കുന്നത് സവിശേഷമായ ചടങ്ങാണ്. കഴിഞ്ഞ 9 ദിവസങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയുമൊക്കെയായി സജീവമായിരുന്നു ക്ഷേത്രമുറ്റങ്ങൾ. 18 നിറങ്ങളിൽ നിറയുന്ന പൂരക്കളിയുടെ ചടുല ചലനങ്ങൾ കാണാൻ നിരവധി പേരാണ് ക്ഷേത്രങ്ങളിലേക്കും കഴകങ്ങളിലേക്കുമെല്ലാം ഒഴുകിയെത്തിയത്. കാമദേവന്റെ തിരിച്ചുവരവിനായി 18 കന്യകമാർ 18 നിറങ്ങളിൽ പാടിക്കളിച്ചതാണ് പൂരക്കളി എന്നാണ് ഐതിഹ്യം. കായിക പ്രാധാന്യമായ ഈ കളി പിൽക്കാലത്ത് പുരുഷന്മാർ ഏറ്റെടുത്തതാണത്രേ. മറത്തുകളിയാണ് പൂരക്കളിയിലെ പാണ്ഡിത്യപ്രധാനമായ ഇനം. 2 കാവുകളിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ പണിക്കർമാർ കളരിമുറയിൽ കെട്ടിച്ചുറ്റി ശാസ്ത്രം, തർക്കം, ജ്യോതിഷം, നാട്യശാസ്ത്രം, രാഷ്ട്രമീമാംസ എന്നീ വിഷയങ്ങളിലെല്ലാം വാദപ്രതിവാദം നടത്തുന്നു. പണിക്കർമാരുടെ വാക്ചാതുരിയും പാണ്ഡിത്യവും മുനയുരക്കുന്ന വിദ്വൽ സദസ്സാണിത്. മറത്തുകളി കാണാനും 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രങ്ങളിലേക്ക് എത്തിയത്. പൂരംകുളിയോടെയാണ് വടക്കിന്റെ പൂരോത്സവത്തിന് സമാപനം കുറിച്ചത്. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളക്കടവിലേക്ക് എഴുന്നള്ളിച്ച് കുളിപ്പിച്ച് ശുദ്ധി വരുത്തുന്നതാണ് പൂരംകുളി. എല്ലാം കൊണ്ടും ആഘോഷകരമായ ഒരു പൂരക്കാലമാണ് വിടവാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പത്മശാലിയ പൊറാട്ട് അരങ്ങേറി. കാഞ്ഞങ്ങാട് ലക്ഷ്മി നഗർ തെരുവത്ത് അരയിൽ ഭഗവതി ക്ഷേത്രത്തിലും വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിലുമാണ് ശാലിയ പൊറാട്ട് അരങ്ങേറിയത്. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനായി അള്ളട സ്വരൂപവും ഇളങ്കൂറ്റി സ്വരൂപവും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു എന്ന ചരിത്ര വസ്തുതയിൽ നിന്നാണ് പൊറാട്ടിനെ സംബന്ധിച്ച ഐതിഹ്യം രൂപം കൊള്ളുന്നത്. ശാലിയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊറാട്ട് വേഷങ്ങൾ അണിഞ്ഞ് തെരുവിലെത്തുന്നത്. വിവിധ തെരുവുകളിലെ വീടുകളിൽ നിന്നായി പൊറാട്ട് വേഷങ്ങൾ ഒരുങ്ങിയെത്തി. ചെണ്ടയിൽ വലംതാളം അടിച്ച് കൈവിളക്ക് പിടിച്ച് ബാല്യക്കാർ അരയാൽ തറയിൽ എത്തി കൊട്ടിയെറിയിപ്പ് നടത്തിയാണ് തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ എത്തുന്നത്. അട്ടക്കണ്ണം, പോതി, ചേകോന്മാർ, വാഴപ്പോതികൾ, കേളിപാത്രം തുടങ്ങിയ ആചാരവേഷങ്ങളാണ് ആദ്യമെത്തുന്നത്. ആനുകാലിക വിഷയങ്ങളുമായി വിവിധ പൊറാട്ടുവേഷങ്ങളും എത്തി. അശ്ലീല പ്രശ്നങ്ങൾ ഇല്ലാതെ കാഴ്ചക്കാരെ രസിപ്പിച്ച് പൊറാട്ടുവേഷങ്ങൾ അരങ്ങ് തകർത്തു. സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ ആക്ഷേപഹാസ്യത്തിലൂടെ പൊറാട്ടുവേഷങ്ങൾ ഹാസ്യരൂപേണ ചോദ്യം ചെയ്യുന്നതും ശ്രദ്ധേയമായി. പൂരോത്സവത്തിന്റെ ഭാഗമായ ഈ ആചാരം കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ലക്ഷ്മി നഗർ തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രം, വെള്ളിക്കോത്ത് തെരുവ് ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തി. പാർക്കോ സംസ്ഥാന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. പാർക്കോ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനതല ഫുട്ബോൾ മേള നടക്കുന്നത്. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഞാൻ അധികം പറഞ്ഞ ബോറടിക്കുന്നത് കാരണം കളി കാണാൻ എല്ലാവരും വന്നിട്ടുള്ളത്. കാരണം പ്ലേയേഴ്സൊക്കെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നാമതധികം പ്രസംഗിക്കാനറിയില്ല. ഈ പാർക്കോന്റെ സെവൻസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കിവിടെ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരും നല്ലവരായ നാട്ടുകാരോടും ഭയങ്കര നന്ദിയുണ്ട്. നല്ല രീതിയിൽ ഈ സെവൻസ് സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നടക്കണമെന്ന് ജഡീഷണൽ പ്രാർത്ഥിച്ചുകൊണ്ട് പാർക്കോ സെവൻസിനെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും പോയിട്ട് എൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്. കൊമ്പൻ പോയി കണ്ടോളൂ. സംഘാടന സമിതി ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ പ്രതീഷിനെ ചടങ്ങിൽ അനുമോദിച്ചു. CPIM ഏരിയ സെക്രട്ടറി M പൊക്ലൻ, മെട്രോ മുഹമ്മദ് ഹാജി, M ഹമീദ് ഹാജി, K വേണുഗോപാലൻ നമ്പ്യാർ, വേണുകോടോത്ത്, MR നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വിജയകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജയൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അരയാൽ ബ്രദേഴ്സും FC കൊണ്ടോട്ടിയും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുന്നത്. കാഞ്ഞങ്ങാട് രഥഘോഷയാത്രയുടെ ഉദ്ഘാടനം നടന്നു. സത്യസായിബാബയുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായാണ് രഥഘോഷയാത്ര നടക്കുന്നത്. സത്യസായി ബാബയുടെ ആദ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രഥഘോഷയാത്ര ജില്ലയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം മഠാധിപതി മുക്താനന്ദ സ്വാമിജി രഥഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഗമന ശ്രീധരൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് TK സുധാകരൻ, അഡ്വക്കേറ്റ് K മധുസൂദനൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രഥഘോഷയാത്രയ്ക്ക് മധൂർ സത്യസായി സേവാ സമിതി, പാലക്കുന്ന് ക്ഷേത്രം, തൃക്കണ്ണാട് ശിവക്ഷേത്രം, കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി രഥഘോഷയാത്ര പ്രതിഷ്ഠോത്സവം നടക്കുന്ന തിരുവനന്തപുരം സായി ഗ്രാമത്തിൽ ഏപ്രിൽ 8-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജ്യത്തെ മികച്ച ആരോഗ്യ സേവന സ്ഥാപനമായ KMC ആശുപത്രിയിൽ ഇൻഫർമേഷൻ സെന്റർ കാഞ്ഞങ്ങാട് പ്രവർത്തനം തുടങ്ങി.
ആശുപത്രിയിൽ ഏകജാലക സംവിധാനം തുടങ്ങിയതായും കാഞ്ഞങ്ങാട് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസിന്റെ ഭാഗമായ മംഗലാപുരം KMC ആശുപത്രിയുടെ ഇൻഫർമേഷൻ സെന്ററാണ് കാഞ്ഞങ്ങാട് തുടങ്ങിയത്. KMC ആശുപത്രിയുടെ വിവിധ സേവനങ്ങളും സംവിധാനങ്ങളും സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ആവശ്യമായ അറിവ് കൊടുക്കാനാണ് ഇൻഫർമേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇവിടെ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിർ റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. OP വിഭാഗവും ഔട്ട്റീച്ച് ക്ലിനിക്കും തുടങ്ങാൻ ലക്ഷ്യമിടുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സഹീർ സിദ്ദീഖി, സുരേന്ദ്ര പ്രസാദ്, രാംരാജ് ഷെനോയ്, സത്യരാജ് എന്നിവർ പങ്കെടുത്തു. പൂത്തക്കാൽ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പ്രധാനാധ്യാപകൻ കൃഷ്ണൻ മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. പൂത്തക്കാൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മടിക്കൈയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ ഗ്രാമത്തിലെ വിദ്യാലയങ്ങൾ വളരെ മാതൃകാപരമായി തന്നെ, നമുക്കറിയാം മടിക്കൈ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. ആ ഗ്രാമത്തിൽ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ എല്ലാവരും ആശ്രയിക്കുന്നത് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെ തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് നല്ല വിദ്യ അഭ്യസിക്കുക എന്നതാണ്. വൈസ് പ്രസിഡന്റ് മടത്തിനാട്ട് രാജൻ അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് M. രാജൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ 33 വർഷത്തെ അധ്യാപന ജീവിതത്തോട് വിട പറയുന്ന പ്രധാനാധ്യാപകൻ P. കൃഷ്ണൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും നടന്നു. ഹോസ്ദുർഗ് AEO T. സദാനന്ദൻ ഹെഡ് മാസ്റ്റർക്ക് ഉപഹാരം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. സത്യ സ്കൂളിന്റെ പ്രഥമ ഹെഡ് മാസ്റ്ററെയും തുടർന്നുള്ള PTA പ്രസിഡന്റ്മാരെയും ആദരിച്ചു. കാസർഗോഡ് ജില്ലയിലെ മികച്ച ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട മോഹനൻ മൂലക്കോത്തിനെ മടിക്കൈ പഞ്ചായത്ത് മെമ്പർ V. കൃഷ്ണൻ ആദരിച്ചു. ഹോസ്ദുർഗ് BRC BPO K. ഗ്രീഷ്മ മാഗസിൻ പ്രകാശനം നടത്തി. മടിക്കൈ പഞ്ചായത്ത് മെമ്പർ PV ലക്ഷ്മി ചടങ്ങിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകി. KV കുമാരൻ, TV കുഞ്ഞിരാമൻ മാസ്റ്റർ, C. പ്രഭാകരൻ, K. നാരായണൻ, M. കുഞ്ഞമ്പു, ഗിരിജ വെള്ളച്ചേരി, P. കൃഷ്ണൻ, K. രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച നൃത്ത സംഗീതാവിഷ്കാരം സർഗസന്ധ്യാ ചടങ്ങിനെ വർണ്ണാഭമാക്കി. ചൈതന്യമേ നമോ നമഃ. മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ വാർഷികോത്സവവും മികവുത്സവവും വിവിധ കലാപരിപാടികളോടെ നടന്നു. 100ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ 60ാം വാർഷികോത്സവവും കുട്ടികളുടെ മികവുത്സവവും വിവിധ കലാപരിപാടികളോടെ നടന്നു. കാസർഗോഡ് MP P. കരുണാകരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥലം കൂടെ നൽകാൻ കലക്ടർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടെ കലക്ടർ മാഹിനാജി അറിയിച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു പാത വെട്ടിത്തെളിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ MP ഫണ്ട് നൽകുക അല്ലെങ്കിൽ MLA ഫണ്ട് നൽകുക മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗവൺമെന്റ് നിബന്ധന അനുസരിച്ച് സ്വന്തമായിട്ടുള്ള സ്ഥലം വേണം. വാടക കെട്ടിടത്തിൽ കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആനുകൂല്യങ്ങൾ ഈ സ്കൂളിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥല കൈമാറ്റത്തോടുകൂടി ഇവിടുത്തെ ഫിഷറീസ് സ്കൂളിന് സ്വന്തമായിട്ട് സ്ഥലം വരുന്നതോടുകൂടി പുതിയ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും ലഭിക്കും. അത്തരം ചുറ്റുപാടിൽ നമ്മുടെ ഈ സ്കൂളിനെ പൂർണ്ണാർത്ഥത്തിൽ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV പത്മിനി അധ്യക്ഷയായി. മികവുത്സവത്തിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ പ്രദർശനം നടന്നു. ഹെഡ്മാസ്റ്റർ MV രാമചന്ദ്രൻ, ബേക്കൽ AEO K. രവിവർമ്മൻ, ബേക്കൽ BRC BPO P. ശിവാനന്ദൻ, അജാനൂർ പഞ്ചായത്ത് മെമ്പർ നസീമ മജീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അമ്മമാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും തിരുവാതിരകളിയും അരങ്ങേറി. പൂക്കളെ തേടി നടക്കും
രാഷ്ട്രീയ കന്നഡോത്സവം 4-5 തീയതികളിലായി ഹൊസങ്കടിയിൽ നടക്കും. കേരള ഫോക്കുലർ അക്കാദമിയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂരും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ കന്നഡോത്സവം 4-5 തീയതികളിലായി ഹൊസങ്കടിയിൽ നടക്കും. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ സങ്കല്പം ഊട്ടി ഉറപ്പിക്കുന്നതിനും ജനങ്ങളിൽ ദേശീയോദ്ഗ്രഥനം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 4-ന് കർണാടക വനം പരിസ്ഥിതി മന്ത്രി ബി രമാനാഥ റൈ ഉത്സവം ഉദ്ഘാടനം ചെയ്യും. പി കരുണാകരൻ MP, MLA-മാരായ PB അബ്ദുൾ റസാഖ്, ഇ ചന്ദ്രശേഖരം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB ശ്യാമളാദേവി എന്നിവർ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് പൂജക്കുണിത, വീരഭദ്ര, ഉമ്മത്തട്ട്, സീതി നൃത്തം, ബഡുകംസലെ, യക്ഷഗാനം, ദഫ്മുട്ട്, മാജിക് ഷോ, മലനൃത്തം തുടങ്ങിയ വർണ്ണശബളമായ കലാരൂപങ്ങൾ അരങ്ങേറും. 2ാം ദിവസമായ 5-ന് നടക്കുന്ന സമാപന സമ്മേളനം കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മംഗലാപുരം MP നളിൻകുമാർ കട്ടീൽ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് നാടൻ പാട്ടുകൾ, വീരപത്ര, ഭരതനാട്യം തുടങ്ങിയ കലാരൂപങ്ങൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ ഇങ്ങോട്ട് വെച്ച ഒരു ആശയമായിരുന്നു കേരളത്തിൽ ഒരു കർണാടക ഉത്സവവും കർണാടകയിൽ ഒരു കേരള ഉത്സവവും സംഘടിപ്പിക്കുക എന്നുള്ളത്. കേരളത്തിൽ കർണാടക ഉത്സവം സംഘടിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും കന്നഡ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് തന്നെ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരത്ത് ഇത് സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി പ്രദീപ് കുമാർ, ഡോക്ടർ ടി ജയപ്രകാശ്, രാഘവ ചെരാലു, ഹർഷ വോർക്കാടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾക്കായി ഇടതു കർഷക സംഘടനകളുടെ പ്രതിഷേധം. ഏപ്രിൽ 8-ന് സംസ്ഥാനത്ത് ഹർത്താൽ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡ് സമർപ്പണം നടന്നു. ഗോപികൃഷ്ണനും MS ശ്രീകലയും സതീഷ് ഗോപിയും സുരേന്ദ്രനും അവാർഡുകൾ ഏറ്റുവാങ്ങി. പൂരോത്സവത്തിന് സമാപനം. ആക്ഷേപഹാസ്യങ്ങൾ ഉയർത്തി ശാലിയ പൊറാട്ട് വേഷങ്ങൾ എത്തി. പെസഹ തിരുനാളിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. പള്ളികളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. പാർക്കോ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം. സംസ്ഥാന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. സത്യസായിബാബയ്ക്ക് തിരുവനന്തപുരത്ത് ക്ഷേത്രമൊരുങ്ങുന്നു. രഥഘോഷയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.